പി വി അൻവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പി വി അൻവർ. അങ്ങ് ഇന്നൊരു വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിരുന്നോ? പോലീസ് അനുമതി നിഷേധിച്ചു എന്ന് കേൾക്കുന്നു. പോലീസുകാരെന്താ കാര്യം? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിഷേധിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പോവാണ്. നിശബ്ദ പ്രചരണത്തിന്റെ സമയത്ത് സാധ്യമല്ല എന്ന് പറയുന്നു പോലീസ്. ആര് പറഞ്ഞു? ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ പറയുന്നില്ലല്ലോ. ഇലക്ഷൻ റൂൾസിൽ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. ഹോട്ടലിൽ പി വി അൻവറിനെ അവിടെ പ്രവേശിപ്പിക്കരുത് എന്ന് പി വി അൻവർ ഇന്ന് ഹോട്ടൽ ഉടമകളോട് പറഞ്ഞുവെന്നാണ് ഹോട്ടൽ ഉടമ ബൈറ്റ് നൽകിയത്. അല്ല, ഞാനും കേട്ടത്. എന്റെ സ്റ്റാഫ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. അല്ല, പി വി അൻവർ, ഒരു സംശയം കൂടി. ഇപ്പൊ ഈ മണ്ഡലത്തിന് പുറത്തുള്ളവര് പരസ്യ പ്രചരണം കഴിഞ്ഞാൽ പുറത്തു പോകണമെന്നാണല്ലോ. അങ്ങ് പുറത്തു പോകാതെ വാർത്താ സമ്മേളനം നടത്തുന്നത് സ്ഥാനാർത്ഥിക്കെതിരെ ആവുമോ? അല്ല, അങ്ങനെ ഒരു ലിഖിത നിയമമില്ല. ഇന്നലെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഞാൻ അത് റീകൺഫേം ചെയ്തതാണ്. ആണ്. അപ്പോൾ ചട്ടപ്രകാരം പോലീസിന് താങ്കളുടെ വാർത്താ സമ്മേളനമോ താങ്കൾ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നതോ തടയാൻ കഴിയില്ല. ഒരിക്കലും തടയാൻ കഴിയില്ല. നിയമം, ഇലക്ഷൻ കമ്മീഷന്റെ നിയമം അത് അനുശാസിക്കുന്നില്ല. അപ്പൊ താങ്കൾ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാ. താങ്കൾ ഇപ്പോൾ അങ്ങോട്ട് വരികയാണോ? ഹോട്ടലിലേക്ക് വരികയാണ്? എന്ത് വില കൊടുത്തും വാർത്താ സമ്മേളനം നടത്തും? അതെ, അവരെന്താ ചെയ്യാൻ നോക്കട്ടെ. വായ മൂടി കെട്ടുന്നതിന് പരിധിയില്ലേ? ഈ എന്തിന്റെ അടിസ്ഥാനത്തിലാ താങ്കൾക്കെതിരെ റാലി നടത്തിയതിന് കേസെടുത്തിരുന്നോ പി വി അൻവർ? കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. എനിക്ക് അതിന് കോപ്പിയൊന്നും തന്നിട്ടില്ല. എന്ത് കേസെടുത്താലും എഫ്ഐആർ എടുത്താലും ആ പ്രതിക്ക് ആ കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞാ. ഇതിനൊന്നും കോപ്പികൾ എനിക്ക് അയച്ചു തന്നിട്ടില്ല. താങ്കൾ അല്പസമയത്തിനുള്ള ഇപ്പോൾ ഹോട്ടലിലെത്തി വാർത്താ സമ്മേളനം നടത്തും അല്ലേ? അരുൺജി, ഞാൻ 5 മിനിറ്റിലെത്തും. കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ. ശരി. അവിടെ നമ്മുടെ പ്രതിനിധികളെല്ലാം ഉണ്ട്. ശ്രീ താങ്ക് യു. നമുക്ക് കാണാം. വാർത്താ സമ്മേളനത്തിലേക്ക് പി വി അൻവർ എത്തുന്നു. ഓക്കെ, പി വി അൻവർ വാർത്താ സമ്മേളനത്തിലേക്ക് എത്തുകയാണ്. വാർത്താ സമ്മേളനത്തിലുള്ള അനുമതി പോലീസ് നിഷേധിക്കുന്നു. കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം നിശബ്ദ പ്രചരണം നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളോ സ്ഥാനാർത്ഥികളുടെയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോ അത്തരം പരസ്യ പ്രചരണം നടത്തുന്നത് ശരിയല്ല. പക്ഷേ വാർത്താ സമ്മേളനം നടക്കുന്നതിൽ തന്നെ വിലക്കാൻ കഴിയില്ല എന്നാണ് MLA കൂടിയ പി വി അൻവർ പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു ലിഖിത നിയമമില്ല എന്നുകൂടി പി വി അൻവർ പറയുന്നു. മണ്ഡലത്തിന് പുറത്ത് നിന്നുള്ള നേതാക്കൾ സാധാരണ നിശബ്ദ പ്രചരണം നടക്കുന്ന സമയത്ത് മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. പക്ഷേ അങ്ങനെയൊരു ലിഖിതമായിട്ടുള്ള ചട്ടമില്ല എന്നാണ് പി വി അൻവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ ഇപ്പോൾ ഹോട്ടലിലേക്ക് വരുന്നത്. പോലീസ് തടയാൻ ശ്രമിക്കുമോ, വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്തുമോ, നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാം. 5 മിനിറ്റിനുള്ളിൽ ഹോട്ടലിലേക്ക് പി വി അൻവറും എത്തിച്ചേരും.